ആലപ്പുഴയിൽ 1.5 വയസ്സുകാരന് ക്രൂരമർദ്ദനം. ഒളിവിലായിരുന്ന അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിൽ. കുത്തിയത്തോട് സ്വദേശി ബിജുവിന്റെ മകൻ കൃഷ്ണജിത്തിനെയാണ് പരിക്കേറ്റ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആലപ്പുഴ തോണ്ടംകുളങ്ങര സ്വദേശിനിയായ കുട്ടിയുടെ അമ്മ ദീപയും സുഹൃത്ത് കൃഷ്ണകുമാറുമാണ് കൃത്യത്തിന് പിന്നിൽ. ബിജുവും ദീപയും 2 മാസമായി അകന്നു കഴിയുകയാണ്. കുട്ടി ദീപയ്ക്കൊപ്പമായിരുന്നു. ശനിയാഴ്ച വൈകിട്ടോടെ കൃഷ്ണകുമാർ കുട്ടിയെ ബിജുവിന്റെ വീട്ടിലാക്കി. ആ സമയം ബിജു ജോലിക്ക് പോയിരുന്നു. രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയുടെ ദേഹത്ത് പരിക്കേറ്റ പാടുകൾ കണ്ടത്. ഉടൻ തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ കണ്ടെത്തി. ഇടത് കൈയുടെ എല്ലിന് പൊട്ടലുള്ളതായും ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചു. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ പരിശോധനയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബിജുവിന്റെ പരാതിയിൽ ദീപയ്ക്കും സുഹൃത്ത് കൃഷ്ണകുമാറിനും എതിരെ കുത്തിയതോട് പോലീസ് കേസെടുത്തു. കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചതിന് കേസെടുത്തതിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11:30 അർത്തുങ്കൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത അർത്തുങ്കൽ പോലീസ് പിന്നീട് കുത്തിയതോട് പോലീസിന് കൈമാറി. തുടർന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപകടകരമായ രീതിയിൽ ആയുധം ഉപയോഗിച്ച് ഉപദ്രവിക്കൽ, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളും ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലേതുൾപ്പെടെയുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അടുപ്പത്തിലായിരുന്ന പ്രതികൾ കുഞ്ഞിനെ ഒഴിവാക്കാനാണ് നിരന്തരം ഉപദ്രവിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് കുഞ്ഞിനെ അച്ഛന്റെ വീട്ടിലാക്കുകയായിരുന്നു. കൈ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുഞ്ഞിനെ വീട്ടിലെത്തിച്ചത്. പരിശോധനയിൽ ഇടത് കൈയുടെ അസ്ഥി പൊട്ടിയതായും ശരീരത്തിൽ ചൂരൽ കൊണ്ട് അടിച്ചതിന്റെ പാടുകളും കണ്ടെത്തി. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി അറിയിച്ചു.